Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി പീച്ചാനിക്കാട് സെന്റ് പീറ്റേഴ്സ് കിഴക്കേ പുത്തൻപള്ളിയിൽ വിശുദ്ധ സ്ലീവ പെരുന്നാളും പഞ്ചസാര മണ്ട നേർച്ചയും സെപ്റ്റംബർ 12, 13 തീയതികളിൽ ആഘോഷിക്കും. പഞ്ചസാര മണ്ട നിർമ്മാണത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങിയ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. എല്ലാ കൊല്ലവും ഞങ്ങൾ മണ്ട കലത്തുമ്മ അടിയിൽ തീ കൊടുത്ത് കലത്തിൻ്റെ മുകളിൽ വെച്ച് ചുട്ട് പാകപ്പെടുത്തി അത് ഞെരിച്ച് പെരുന്നാളിന് എല്ലാവർക്കും കൊടുക്കുന്നു. അത് പള്ളിയിൽ നിന്നാണ് എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്ക് തരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ച് ഇത് നടത്തുന്നു. അതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവുമുള്ള ദേവാലയമാണ് പീച്ചാനിക്കാട് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളി. അങ്കമാലി പ്രദേശത്തെ ആയിരക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയവും അഭയകേന്ദ്രവുമാണ് സെന്റ് പീറ്റേഴ്സിന്റെ തിരുസന്നിധി. യേശുദേവൻ ക്രൂശിക്കപ്പെട്ട കുരിശ് കണ്ടെത്തിയതിന്റെ ഓർമ്മയായി കൊണ്ടാടപ്പെടുന്ന സ്ലീബ പെരുന്നാൾ ദേവാലയം സ്ഥാപിതമായ കാലം മുതൽ ആഘോഷിച്ചു വരുന്നു. സ്ലീബ പെരുന്നാളിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് പഞ്ചസാര മണ്ട നേർച്ച. പ്രദേശത്തെ മുഴുവൻ വിശ്വാസികളും ഒരേ മനസ്സോടെ ഭക്തിയോടെ ഒത്തുചേർന്നാണ് ഓരോ വർഷവും മണ്ട നിർമ്മാണം നടത്തിവരുന്നതെന്ന് പള്ളി വികാരി ഫാദർ വർഗീസ് അരീക്കൽ കോർ എപ്പിസ്കോപ്പ പറഞ്ഞു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു തമ്പുരാനെ ക്രൂശിൽ തറച്ചതിന് ശേഷം ആ ക്രൂശ് ആരും കണ്ടെടുക്കുവാനിടയാകാത്ത വിധത്തിൽ യഹൂദന്മാര് തന്നോടുകൂടെ ക്രൂശിച്ച കള്ളന്മാരുടെ ക്രൂശും ഉൾപ്പെടെ വലിയൊരു ചെളിക്കുണ്ടിൽ കുഴിച്ചിടുവാൻ ഇടയായി. എന്നാൽ കാലങ്ങൾക്ക് ശേഷം കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മാതാവായ ഹെലനി രാജ്ഞി ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ച ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി അവരൊരു ദിവസം ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ഇതുപോലെ ചെളിക്കുണ്ടിൽ കുരിശുകൾ മറച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു സ്വപ്നം അവർ കാണുകയും തുടർന്ന് തൻ്റെ ഭൃത്യന്മാരെ വിട്ട് ഈ കുരിശ് കണ്ടെടുക്കുകയും ചെയ്തു. അപ്പോൾ 3 കുരിശുകൾ, ഇതിലേത് കർത്താവിൻ്റെ കുരിശെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം വിഷമിച്ചിരിക്കുമ്പോൾ ഒരു മൃതശരീരം അതുവഴി കൊണ്ടുവരികയും അതിൽ 3 കുരിശും ആ മൃതശരീരത്തിൽ വെച്ചപ്പോൾ അതിലൊരു കുരിശ് വെച്ച സന്ദർഭത്തിൽ ആ മൃതശരീരം ഉയർത്തെഴുന്നേൽക്കുകയും അങ്ങനെ കർത്താവിനെ തറച്ച കുരിശിനെ വ്യക്തമാക്കി തീർത്ത സന്ദർഭത്തിൽ അത് വിശ്വാസികൾക്ക് വണങ്ങുന്നതിനും ആരാധിക്കുന്നതിനും അത് നാട്ടപ്പെട്ടതിൻ്റെ ഓർമ്മയായിട്ടാണ് ഈ വിശുദ്ധ സ്ലീബ പെരുന്നാൾ സഭ ആഘോഷിക്കുന്നത്. ഏതാണ്ട് 2000 വർഷങ്ങൾ പഴക്കമുള്ള ഈ പെരുന്നാൾ പീച്ചാനിക്കാട് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി ആരംഭിച്ച കാലം മുതൽ ഈ നാൾ വരെയും സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ് ഈ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുന്നത്. അങ്കമാലി മേഖലയിലെ അങ്കമാലി അകപ്പറമ്പ് പള്ളികളിൽ നിന്ന് പിരിഞ്ഞ
പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് ഈ സെന്റ് പീറ്റേഴ്സ് കിഴക്കേ പുത്തൻപള്ളി. ഇന്നും ഈ ദേവാലയം ഈ പെരുന്നാളിന് മാത്രമായി നമ്മുടെ അങ്കമാലി പ്രദേശത്ത് മാത്രം നിലനിൽക്കുന്ന പഞ്ചസാരയും മണ്ട എന്ന നേർച്ച, അത് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഇന്നും അത് വിശ്വാസികൾക്ക് നൽകുവാൻ തക്കവണ്ണം ക്രമീകരിച്ചു പോവുകയാണ്. ഈ വർഷത്തെ വിശുദ്ധ സ്ലീബാ പെരുന്നാൾ സെപ്റ്റംബർ മാസം 12, 13 തീയതികളിലായി ഈ ദേവാലയത്തിൽ ആഘോഷിക്കുമ്പോൾ അതിന് നേർച്ചയായി നൽകുന്ന പഞ്ചസാരയും മണ്ട, അതിൽ പ്രധാനമായ ഒന്നായ മണ്ട ഉണ്ടാക്കുന്ന ജോലികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പള്ളിയുടെ വികാരിയും സഹവികാരിയും ട്രസ്റ്റിമാരും ഈ ദേശത്തെ മുഴുവൻ വിശ്വാസികളും ഇതൊരു ഉത്സവമായി ആഘോഷിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. 13-ാം തീയതി നടത്തപ്പെടുന്ന ഈ പെരുന്നാളിന് ഡൽഹി ഭദ്രാസനത്തിൻ്റെ അഭിവന്യ കുര്യാക്കോസ് മാർ യൂസേബിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി പെരുന്നാളിൻ്റെ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. നമ്മുടെ ഈ ദേശത്തെ എല്ലാ മക്കളും ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുകയും അതിനുവേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ വിശ്വാസികൾ മണ്ഡ നിർമ്മാണത്തിൽ വ്യാപൃതരാണ്. നിരവധി വർഷങ്ങളായി മുടങ്ങാതെ മണ്ഡ നിർമ്മാണത്തിൽ പങ്കെടുത്തു വരുന്ന പ്രായമേറിയവരും കൂട്ടത്തിലുണ്ട്. മണ്ഡ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കുകയാണ് 82-കാരിയായ കൂരൻ താഴത്തുപറമ്പൻ വീട്ടിൽ ഏലിയാമ്മ വർഗീസ്. പൊടി വെള്ളം പച്ചപ്പൊടി തന്നെ നൈസ് പൊടി വെയിലത്ത് വെച്ച് ഉണക്കാം. വെയിലത്ത് വെച്ച് വറുത്ത പൊടിയല്ല, പച്ചപ്പൊടി വെയിലത്ത് വെച്ച് ഉണക്കാം. ഉണക്കി ശരിക്കും ഉണങ്ങണം. ആ പൊടി മേശമ്മ ഇട്ടിട്ട് ആ മേശമ്മ ഈ ഇത് ഇട്ട് പരത്താം. പരത്തി അത് കലത്തിന്മ ഇട്ട് കലം കമഴ്ത്തി വെച്ചിട്ട് അടുപ്പ് കൂട്ടി കലം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ട ഇടാം. മണ്ട ഇട്ടിട്ട് അത് വേവണ ഞെരിയണ പാകത്തിന് അത് വാങ്ങിയെടുത്ത് പിന്നെ അത് ഞെരിക്കാം. ഞെരിക്കുന്നത് എത്ര കാലം വേണമെങ്കിൽ ഇരുന്നോളും. എന്നാലും നമുക്ക് ആവശ്യം നേരത്തെ എടുത്ത് ഞെരിച്ച് അതിൽ ശർക്കര, തേങ്ങ, പഞ്ചസാര, ഇത്തിരി ചുക്കും ജീരകം എല്ലാവരും ചേർക്കണം. ഏലക്കായും ഒക്കെ ചേർത്ത് അത് ശരിക്കും പൊടിക്കണം. എന്നിട്ട് നമുക്ക് തിന്നും. അങ്ങനെയാണത് ഉണ്ടാക്കണം. പഞ്ചസാര മണ്ട നിർമ്മാണം ആദ്യകാലങ്ങളിൽ വീടുകളിൽ വച്ചാണ് നടത്തിയിരുന്നത്. ഇതിന് ഓഹരിയെടുക്കൽ എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. വീടുകളിൽ മണ്ട നിർമ്മാണത്തിനുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് പിന്നീട് ഇത് പള്ളിയിലേക്ക് മാറ്റുകയായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു. ആദ്യകാലങ്ങളിൽ ഇത് വീടുകളിൽ വെച്ചാണ് ഉണ്ടായിരുന്നത്. അത് ഓഹരി എടുക്കുക എന്നാ പറയുക. ഒരു ആൾക്ക് ഒരു ഓഹരിക്ക് 3.25 അടങ്ങി അരിയും 25 നാളികേരവും 2 കിലോ ശർക്കരയും ചുക്ക്, ജീരകം, ഏലക്ക, പഞ്ചസാര, ഇത്രയാണ് വേണ്ടത് ഈ പഞ്ചസാരയും മണ്ടയ്ക്ക്. അത് വീടുകളിൽ ഉണ്ടാക്കി പള്ളിയുടെ നടക്കിൽ വെച്ച് കുർബാന കഴിയുമ്പോൾ അതെടുത്ത് ഞെരിച്ച് ഈ തേങ്ങ ചിരണ്ടിയത് കൂട്ടി മിക്സ് ചെയ്ത് വയ്ക്കും. അത് കുറേ സമയം വെച്ച് ഈ മണ്ട സ്മൂത്തായി കഴിയുമ്പോൾ പഞ്ചസാരയുടെ ലായനിയും ശർക്കരയുടെ ലായനിയും ചുക്ക്, ജീരകം ഇവയും ചേർത്ത് മിക്സ് ചെയ്ത് അതിന് ഈ ഓഹരിയുടെ 1/3 ആ ഓഹരിക്കാരനും ബാക്കിയുള്ളത് നേർച്ചയ്ക്കുമായിട്ടാണ് നമ്മൾ വച്ചുകൊണ്ടിരുന്നത്. പിൽക്കാലത്ത് വീടുകളിൽ ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ പള്ളിയിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഒരുപാട് വികാരിമാരുടെ സാന്നിധ്യത്തിൽ അനേകരുടെ പ്രസന്നോടുകൂടി നമ്മൾ ഒരു ദിവസത്തെ മിക്കവാറും രാവിലെ 7 മണിക്ക് തുടങ്ങി 8 മണി 9 മണിയാവും ഇത് അവസാനിപ്പിക്കും. അങ്ങനെ ഓരോ വർഷം ജനങ്ങളുടെ പങ്കാളിത്തവും ഇതിൻ്റെ ഉത്സാഹവും കൂടി വളരെ ഗംഭീരമായിട്ട്
ഈ പരിപാടി നമ്മൾ അറേഞ്ച് ചെയ്യും. മുതിർന്നവർ പഞ്ചസാര മണ്ട നിർമ്മാണത്തിൽ വ്യാപൃതരായിരിക്കെ കുട്ടികൾക്കും മാറി നിൽക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ പുതുതലമുറയിലെ ഒരു സംഘവും തങ്ങളാൽ കഴിയും വിധം മണ്ട നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നു. 2 വർഷമായിട്ട് വരാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്, എല്ലാവരും കൂടിയിട്ട് കൂട്ടുകാരൊക്കെ ഉണ്ടാക്കാറുണ്ട്. സെപ്റ്റംബർ 12, 13 തീയതികളിലാണ് ഈ വർഷത്തെ സ്ലീബ പെരുന്നാളും പഞ്ചസാര മണ്ട നേർച്ചയും. കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പോലീത്ത ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. പള്ളി വികാരി ഫാദർ വർഗീസ് അരീക്കൽ കോറെപ്പിസ്കോപ്പ, സഹവികാരി ഫാദർ എൽദോസ് വർക്കി തൈക്കാനത്ത്, ട്രസ്റ്റിമാരായ KV വർഗീസ്, TV ഷാജു തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.